ഒക്ടോബർ 10 വിശുദ്ധ ഫ്രാൻസിസ് ബോർഗിയ. ശത്രുക്കളുടെ കയ്യിൽപ്പെട്ട വിശുദ്ധ ഫ്രാൻസിസ് ബോർഗിയയുടെ അതിമനോഹരമായ ഒരു ചരിത്രമുണ്ട്. ശത്രുക്കൾ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി: ഇപ്പോൾ ഞങ്ങൾ നിന്റെ ഇടത്തെ കണ്ണ് ചൂഴ്ന്നെടുത്താൽ നിങ്ങൾ എന്തു ചെയ്യും? ഉടനെ അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞുവത്രേ: അങ്ങനെയാണെങ്കിൽ എൻ്റെ വലത്തെ കണ്ണുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ നോക്കും. അതെ, കാറ്റലോണിയയിലെ പ്രഭുവും ജെസ്യൂട്ട്സിന്റെ മൂന്നാമത്തെ ജനറലുമായ വിശുദ്ധ ഫ്രാൻസിസ് ബോർഗിയ 1510 അദ്ദേഹം ജനിച്ചത്. പിതാവിന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ പോപ്പ് അലക്സാണ്ടർ ആറാമന്റെ പേരക്കുട്ടിയും, മാതാവിന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഫെർഡിനാൻഡ് ദി കാത്തോലിക്കിന്റെ മകന്റെ പേരക്കുട്ടിയുമായി വരും. തൻ്റെ പൂർവികർ ചെയ്ത പാപങ്ങൾക്കുള്ള ഒരു പ്രായശ്ചിത്തമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിശുദ്ധി നിറഞ്ഞ ജീവിതം. ചാൾസ് അഞ്ചാമൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ഒരു ഉയർന്ന പ്രഭുവും നാടുവാഴിയുമെന്ന നിലയിൽ അദ്ദേഹം സമൂഹത്തിൽ വളരെയേറെ ബഹുമാനിതനായിരുന്നു. 1539 മെയ് 1 മനോഹരിയായ ചക്രവർത്തിനി ഇസബെല്ലയുടെ മരണത്തെ തുടർന്ന് അവരുടെ ശരീരം ഗ്രാനഡയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വികൃതമായ അവരുടെ മുഖം ദർശിച്ചപ്പോൾ തന്നെ ഇഹലോക സുഖങ്ങൾ വെടിയുന്നതിനും രാജാതിരാജനായ ദൈവത്തെ സേവിക്കാനും അദ്ദേഹം തീരുമാനമെടുത്തു. 1546 തൻ്റെ ഭാര്യയുടെ മരണത്തോടെ അദ്ദേഹം ജീസസ് സൊസൈറ്റിയിൽ ചേരുകയും ഭൗതിക സുഖങ്ങളും പദവികളുമെല്ലാം ഉപേക്ഷിച്ച് ഏകാന്തമായ ആത്മീയ ജീവിതം നയിക്കുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. വിശുദ്ധന്റെ എളിമ നിറഞ്ഞ ജീവിത മാതൃകയിൽ ചക്രവർത്തിയായ ചാൾസ് അഞ്ചാമൻ വരെ ആകൃഷ്ടനായിരുന്നു. സിംഹാസനം ത്യജിക്കാനുള്ള ചക്രവർത്തിയുടെ തീരുമാനത്തിന് പിന്നിൽ വിശുദ്ധന്റെ ജീവിത മാതൃകയുടെ സ്വാധീനം വ്യക്തമാണ്. കഠിനമായ അച്ചടക്കവും ആത്മപീഡകളും നിറഞ്ഞ ജീവിതം നയിച്ച വിശുദ്ധ ഫ്രാൻസിസ് ബോർഗിയ തന്നെ ദരിദ്രനായ പാപി എന്നാണ് വിളിച്ചിരുന്നത്. 1565 അദ്ദേഹം തൻ്റെ സന്യാസ സഭയുടെ ജനറലായി തീർന്നു. റോമിൽ വെച്ചാണ് വിശുദ്ധൻ മരണമടഞ്ഞത്.